നമസ്കാരം. 2023 തമിഴിൽ തിയേറ്റർ റിലീസായി വന്ന് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ജോ. എൻ്റെ അറിവ് വെച്ച് ഈ ചിത്രം തമിഴ്നാട്ടിൽ ഹിറ്റായിരുന്നു. മലയാളം ഡബ് അടക്കം ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ മികച്ച ഡബ്ബിംഗായി അനുഭവപ്പെട്ടില്ല. ഹരിഹരൻ റാം എസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് റിയോ രാജ്, മാളവിക മനോജ്, ഭവ്യ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ജോ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. നായകനായ ജോയ്ക്ക് തന്റെ ക്ലാസ്മേറ്റായ സുചിത്രയോട് ഇഷ്ടം തോന്നുന്നു. മലയാളി പെൺകുട്ടിയുടെയാണ്. ഇഷ്ടം പറയുന്നു. അതിന്റെ തുടർച്ചകളൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ജോയുടെ സുഹൃത്തുക്കളായിട്ട് വരുന്നവർ, ജോയുടെ കുടുംബം, സുചിത്രയുടെ കുടുംബം ഒക്കെ കഥയിൽ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്റർവെല്ല് വരെ ഒരു കഥയും അതിനുശേഷം മറ്റൊരു കഥയുമാണ് ജോ എന്ന സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. രണ്ട് ഭാഗത്തും ജോയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട രണ്ട് ഏടുകളാണ് കാണിക്കുന്നത് എന്നുകൂടെ പറയാം. അവസാനം ആദ്യ കഥയിലെ സംഭവമൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ട്വിസ്റ്റ് കൊടുത്ത് അവസാനിപ്പിക്കാം എന്ന രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ഒട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഓവറോൾ എനിക്ക് ആവറേജ് അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്ന ഒരു അനുഭവം മാത്രമേ ജോ എന്ന സിനിമ സമ്മാനിച്ചിട്ടുള്ളൂ. ഒരിടത്ത് പോലും പുതിയത് എന്നൊരു സംഭവം സിനിമ സമ്മാനിക്കുന്നില്ല. ക്യാമ്പസ് പ്രണയം, നഷ്ടപ്പെടൽ, വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ, അങ്ങനെ ഈ സിനിമയിലെ ഓരോ സെക്ഷൻസ് എടുത്താലും റെഫറൻസുകളായി പറയാവുന്ന ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. അവിടെയൊക്കെ കണ്ടതിൽ ചിലത് ഇവിടെ ഓർമ്മയിൽ വരുന്നതുമുണ്ട്. സിനിമ കാണുമ്പോൾ തന്നെ ചില സീനുകൾ കൊള്ളാമെന്ന് തോന്നി എന്നത് മാത്രമാണ് ആകെ ആശ്വാസം. ഫീൽ ഗുഡ് ആക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നു എന്ന സൂചന കൂടെ മുന്നേ നൽകുന്നു എന്നതാണ് പ്രശ്നം. ഉദാഹരണത്തിന് രണ്ടാം പകുതിയിലെ സെക്യൂരിറ്റിക്കാരൻ്റെ ലൈഫിൽ ഒരു സംഭവം പറയുമ്പോൾ തന്നെ ഊഹിക്കാം ഇനി അടുത്ത സീനിൽ എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുക എന്നുള്ളത്. അവിടെ ഒരു ഫീല് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ആദ്യ പകുതിയിലെ പ്രണയം പറയുമ്പോഴും എനിക്കെവിടെയും ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അവരുടെ പ്രണയം എന്നത്. രണ്ടാം പകുതിയിൽ കൊണ്ടുവരുന്ന കോൺഫ്ലിക്റ്റുകളെയാണെങ്കിലും ഒട്ടും ഡെപ്ത് ഇല്ലാതെ അവതരിപ്പിക്കുന്നു, ഈസിയായി സോൾവ് ചെയ്യുന്നു എന്ന അവസ്ഥയാണ്. റൊമാൻറ്റിക് ചിത്രം എന്ന നിലയിലായാലും ഒരു ഫീലും നൽകാതെ സർഫസിൽ കൂടെ മാത്രം പോകുന്ന അവസ്ഥയാണ് എന്നുകൂടെ പറയാം. രണ്ടാം പകുതിയിൽ ശ്രുതി എന്ന കഥാപാത്രവുമായി ജോ സംസാരിക്കാൻ ശ്രമിക്കുന്നതും തുടർ സംഭവങ്ങളുമൊക്കെ കാണിക്കുമ്പോൾ ഇനി കാര്യമായി എന്തെങ്കിലും ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും ലൈറ്റായിട്ടാണ് തുടർന്നും സിനിമ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വരുന്ന കലിപ്പൻ കാന്താരി പരിപാടികൾ കൂടെ പരാമർശിക്കേണ്ടത് തന്നെയാണ്. പ്രകടനത്തിലേക്ക് വന്നാൽ ജോ ആയെത്തുന്ന റിയോ രാജ് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് തോന്നി. ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിൽ ചിലയിടത്ത് പാളി പോകുന്നുണ്ട്. സുചിത്ര ആയെത്തുന്ന മാളവിക മനോജ്, ശ്രുതി ആയെത്തുന്ന ഭവ്യ എന്നിവരുടെ പ്രകടനവും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെയും കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ചിത്രത്തിൽ പ്രാധാന്യത്തോടെ. കഥ നടക്കുന്ന പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ടിപ്പിക്കൽ കഥാപാത്രങ്ങൾ, ടിപ്പിക്കൽ പ്രകടനങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് തോന്നിയത്. ടെക്നിക്കൽ സൈഡിൽ പശ്ചാത്തല സംഗീതം തീർച്ചയായും പരാമർശിക്കേണ്ടതാണ്. മിക്ക സ്ഥലങ്ങളിലും സിനിമയെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ജോ എന്നെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തിയ ഒരു സിനിമയാണ്. ഒരുപക്ഷെ ഈ സിനിമ പല സ്റ്റേജുകളിലായി പറയുന്ന കാര്യങ്ങൾ മുന്നേ പല സിനിമകളിലായി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്ന മലയാളം, തമിഴ് സിനിമകൾ വേറെയും ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ചിലപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.